ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2024 ഡിസംബർ 13 അന്ന് തൃക്കാർത്തിക മഹോത്സവമാണ്. അതുപോലെ അന്ന് പ്രദോഷവും കൂടിയാണ്. പ്രദോഷത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. വളരെ വിശദമായ വീഡിയോ ആണ് ഇട്ടിരുന്നത്. വെള്ളിയാഴ്ച ദിവസം വന്നതുകൊണ്ട് ആ പ്രദോഷത്തിനെ ശുക്രപ്രദോഷമെന്ന് വിളിക്കുന്നു. ആ ദിവസത്തെ പ്രത്യേകതയെപ്പറ്റി വളരെ വിശദമായി പ്രദോഷത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കേൾക്കാത്ത എല്ലാവരും തന്നെ അത് കേട്ട് പ്രാർത്ഥിക്കണം. വ്രതമെടുക്കാൻ സാധിക്കുന്നെങ്കിൽ അത് വളരെ ഉത്തമമാണ്. ഇനി തൃക്കാർത്തിക, അതായത് കാർത്തിക മാസത്തിലെ തമിഴ് മാസമാണ് കാർത്തിക മാസം. ആ മാസത്തിലെ പൗർണമി ദിവസമാണ് തൃക്കാർത്തികയായി ആഘോഷിക്കുന്നത്. നമ്മൾ വൃശ്ചിക മാസം, ആ വൃശ്ചിക മാസത്തിലെ കാർത്തിക നക്ഷത്രം, ആ ദിവസമാണ് തൃക്കാർത്തികയായി നമ്മൾ ആഘോഷിക്കുന്നത്. കാർത്തിക നക്ഷത്രം ആരംഭിക്കുന്നത്, അതായത് കേരളത്തിൽ കാർത്തിക നക്ഷത്രം ആരംഭിക്കുന്നത് 2024 ഡിസംബർ 13 രാവിലെ 7:50 മുതലാണ്. അതുപോലെ ഈ കാർത്തിക നക്ഷത്രം സമാപിക്കുന്ന സമയമെന്ന് പറയുന്നത് 2024 ഡിസംബർ 14 വെളുപ്പിനെ 5:48 വരെയാണ്. നമ്മൾ തൃക്കാർത്തിക മഹോത്സവം ആഘോഷിക്കുമ്പോൾ ഒരു പ്രത്യേക ദേവത എന്ന സങ്കല്പം സാധാരണയായിട്ട് കാണുന്നില്ല. ദേവീക്ഷേത്രങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ആഘോഷിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ അടുത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളും തന്നെ തൃക്കാർത്തിക വളരെ വിശേഷമായിട്ടാണ് ആഘോഷിക്കുന്നത്. എല്ലാ ക്ഷേത്രങ്ങളും തന്നെ തൃക്കാർത്തിക മഹോത്സവം ആഘോഷിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ശിവരാത്രി, അത് കൂടുതലായിട്ട് പ്രാധാന്യത്തോടു കൂടി ആഘോഷിക്കുന്നത് ശിവക്ഷേത്രങ്ങളിലാണ്. അഷ്ടമിരോഹിണി വരുമ്പോൾ കൃഷ്ണക്ഷേത്രങ്ങളിലാണ് കൂടുതൽ വിശേഷമായിട്ട് ആഘോഷിക്കുന്നത്. നവരാത്രി കൂടുതൽ വിശേഷമായിട്ട് സരസ്വതി ക്ഷേത്രങ്ങളിൽ ആഘോഷിക്കാറുണ്ട്. പക്ഷേ തൃക്കാർത്തിക എല്ലാ ക്ഷേത്രങ്ങളിലും ആഘോഷിക്കും. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അന്ന് പ്രദോഷം കൂടി ആയതുകൊണ്ട് മഹാദേവന് കാർത്തിക ദീപവുമായി എങ്ങനെ ബന്ധം വന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു കഥ നമുക്ക് പറയാം. നിങ്ങൾക്കെല്ലാവർക്കും തമിഴ്നാട്ടിലെ തിരുവണ്ണാമല എന്ന സ്ഥലത്തെപ്പറ്റി അറിയാമായിരിക്കാം. അവിടെ അരുണാചലേശ്വര സ്വാമി ക്ഷേത്രമുണ്ട്. അതായത് തിരുവണ്ണാമലയിൽ മഹത്തായ അതിപുരാതനമായ ഒരു ശിവക്ഷേത്രമുണ്ട്. ആ ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ് പറയാൻ പോകുന്നത്. അവിടെ വളരെ വിശേഷമാണ് ഈ കാർത്തിക ദീപ മഹോത്സവം. നമുക്ക് അതിൻ്റെ ഐതിഹ്യത്തിലേക്ക് പോകാം. ഒരിക്കൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവായ ബ്രഹ്മാവും രക്ഷകനായ മഹാവിഷ്ണുവും കൂടി സംഹാരമൂർത്തിയായ മഹേശ്വരനെ അന്വേഷിച്ച് ഇറങ്ങുന്നു. സഞ്ചരിച്ച് അവർ ഹിമാലയത്തിൽ എത്തിച്ചേരുന്നു. അവിടെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ശിവലിംഗത്തെ അവർ കണ്ടെത്തുന്നു. എന്നാൽ അതിൻ്റെ അഗ്രങ്ങൾ കാണുവാൻ 2 ദേവന്മാർക്കും കഴിഞ്ഞില്ല. ശിവലിംഗത്തിൻ്റെ അഗ്രം തേടി ബ്രഹ്മാവും മഹാവിഷ്ണുവും യാത്ര തിരിക്കുന്നു. വിഷ്ണു ഭഗവാൻ താഴോട്ടും ബ്രഹ്മാവ് മുകളിലോട്ടുമായി ആ യാത്ര തുടരുന്നു. വളരെ കാലം ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടും 2 പേർക്കും ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞില്ല. നിരാശനായ ബ്രഹ്മാവും മഹാവിഷ്ണുവും മഹാദേവനെ തപസ്സു ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തുന്നു. സന്തുഷ്ടനായ മഹാദേവൻ എന്തു വരം വേണമെന്ന് 2 പേരോടും ചോദിക്കുന്നു. മഹാദേവൻ തൻ്റെ പുത്രനായി ജനിക്കണമെന്ന് ബ്രഹ്മാവ് വരം ആവശ്യപ്പെടുന്നു. എന്നാൽ മഹാവിഷ്ണുവാകട്ടെ ശിവന്റെ പാദ ശുശ്രൂഷ ചെയ്യുവാനുള്ള ഭാഗ്യമെങ്കിലും തനിക്ക് നൽകണമേ എന്നതായിരുന്നു ആവശ്യപ്പെട്ടത്. മഹാവിഷ്ണു ആവശ്യപ്പെട്ട വരം തന്നെ ശിവൻ നൽകുന്നു. അതോടെ വിഷ്ണു ശിവന്റെ ശക്തിയായി അവതരിക്കുകയും ചെയ്തു. എന്നാൽ
ബ്രഹ്മദേവന്റെ ആഗ്രഹത്തിൽ ഭഗവാൻ മഹേശ്വരൻ കുപിതനാവുകയാണ് ചെയ്തത്. ബ്രഹ്മാവിനെ അനുഗ്രഹിക്കുന്നതിന് പകരം ശപിക്കുകയാണ് ചെയ്തത്. മേലിൽ ബ്രഹ്മാവിനെ ആരും പൂജിക്കാതെ പോകട്ടെ എന്ന് ശപിച്ചു. ബ്രഹ്മാവിൻ്റെ അതിമോഹത്തിന് ഭഗവാൻ മഹാദേവൻ അറുതി വരുത്തി. അന്നു മുതൽക്കാണ് ബ്രഹ്മദേവനെ ആരും പൂജിക്കാതെ ആയത്. ഇങ്ങനെയാണ് ശിവപുരാണത്തിൽ പറയുന്നത്. പക്ഷേ ഈ കഥയുടെ മറ്റൊരു ഭാഗമുണ്ട്. നമ്മളൊക്കെ സാധാരണ പണ്ട് മുതലേ കേട്ടിട്ടുള്ളതാണ്. അത് ഇപ്രകാരമാണ്. അതായത് മഹാദേവനെ കണ്ടെത്താനായിട്ട് മഹാവിഷ്ണുവും ബ്രഹ്മദേവനും സഞ്ചരിക്കുകയും മഹാദേവൻ്റെ തലമുടിയിൽ നിന്നും ഉതിർന്നു വീണ കൈതപ്പൂവിൻ്റെ സഹായത്താൽ ബ്രഹ്മദേവൻ കള്ളം പറയുകയും ചെയ്തു. മഹാദേവനെ കണ്ടെത്തിയെന്ന് കള്ളം പറഞ്ഞതുകൊണ്ട് കൈതപ്പൂവിനെയും ബ്രഹ്മദേവനെയും മഹാദേവൻ ശപിച്ചു എന്നൊരു ഐതിഹ്യം, ഒരു കഥാഭാഗം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയും ഒരു ഐതിഹ്യം നിലവിലുണ്ട്. എന്തു തന്നെയായാലും മഹാദേവൻ ബ്രഹ്മദേവനെ ശപിക്കുന്നു. അതിനുശേഷം ഭഗവാൻ മഹാദേവൻ അഗ്നിയുടെ രൂപത്തിൽ തിരുവണ്ണാമലയിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ അവിടെ ക്ഷേത്രമുണ്ടാവുകയും അരുണാചല പർവ്വതം, അത് ആ ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പർവ്വത ഭാഗമാണ്. അത് ഭഗവാൻ തന്നെയാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ഈ ഏറ്റവും പുണ്യമായ ഈ മല ഭഗവാൻ തന്നെയാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മലയെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് ധാരാളം ഭക്തജനങ്ങൾ എത്താറുണ്ട്. ഗിരിവല പ്രദക്ഷിണം എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്താൽ പാപങ്ങളെല്ലാം നശിക്കുമെന്നും നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിക്കുമെന്നും വിശ്വസിക്കുന്നു. അവിടെ കാർത്തിക ദീപം വളരെ വിശേഷമാണ്. ദീപാരാധനയ്ക്ക് ശേഷം വലിയ ആഘോഷത്തോടു കൂടിയാണ് ദീപം തെളിയിക്കുന്നത്. വലിയ ഒരു ദീപമാണ് തെളിയിക്കുന്നത്. ഞാൻ ഇതുവരെ പോയിട്ടില്ല, പറഞ്ഞു കേട്ട അറിവ് മാത്രമേ ഉള്ളൂ. പോയിട്ടുള്ളവർ പറയൂ നിങ്ങളുടെ അനുഭവം എന്തായിരുന്നുവെന്ന്. അതുപോലെ തന്നെ നമ്മൾ ഓച്ചിറ, കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ വളരെ വിശേഷമാണ് 12 വിളക്ക്. അങ്ങനെ മഹാദേവനുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് കാർത്തിക വിളക്കുമായി ബന്ധപ്പെട്ട്. അതുപോലെ ചക്കുളത്തുകാവ്, കുമാരനെല്ലൂർ വളരെ വിശേഷമാണ് തൃക്കാർത്തിക മഹോത്സവം. അതുപോലെ വേലായുധ സ്വാമിക്കും വളരെ വിശേഷമാണ്. ചില ഭാഗത്തുള്ള തമിഴ് ജനത പറയും ഈ കാർത്തിക മാസത്തിലെ ഈ കാർത്തിക ദിവസം, അതായത് ഈ പൗർണമി ദിവസം ആണ് വേലായുധ സ്വാമി ശരവണ പൊയ്കയിൽ ജനിച്ചത് എന്നും ചിലർ പറയും. അങ്ങനെ എല്ലാ ദേവതകൾക്കും അവകാശപ്പെട്ടതാണ് തൃക്കാർത്തിക മഹോത്സവം. അപ്പോൾ ആ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മുടെ അടുത്തുള്ള ക്ഷേത്ര ദർശനം ചെയ്ത് പ്രാർത്ഥിച്ച് നാമം ജപിച്ച് ഇരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അന്നത്തെ ദിവസം പൂർണ്ണമായ സസ്യഭക്ഷണത്തിൽ ഇരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പിന്നെ ക്ഷേത്രങ്ങളിലൊക്കെ കാർത്തിക ദിവസം കഞ്ഞിയും പുഴുക്കും കൊടുക്കാറുണ്ട്. വീടുകളിലും ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അതായത് നല്ല കുത്തരിയുടെ കഞ്ഞി വെച്ചിട്ട് അതിൽ അല്പം നെയ്യൊക്കെ ഒഴിച്ചിട്ട് ആ കഞ്ഞി കുടിക്കും. അപ്പോൾ ആ കഞ്ഞിക്ക് നല്ല ഒരു വാസനയും രുചിയുമൊക്കെയാണ്, അല്പം നെയ്യ് ചേർത്ത കഞ്ഞി. പിന്നെ പുഴുക്കുണ്ടാക്കി കഴിക്കാറുണ്ട്, കാർത്തിക പുഴുക്ക്. അത് നമ്മൾ പുറത്തുനിന്നും വരുന്ന പച്ചക്കറികളൊന്നും ഉപയോഗിച്ചിട്ടല്ല, നമ്മുടെ നാട്ടിൽ ആ സമയത്ത് വിളവെടുത്ത് കിട്ടുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളും ധാന്യങ്ങളുമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം കാച്ചിൽ, ചെറുകിഴങ്ങ്, അതുപോലെ കൂർക്ക, പച്ചയേത്തയ്ക്ക, പിന്നെ ചെറുപയറാകാം, വൻപയറാകാം. അങ്ങനെ ഇതൊക്കെ ചേർത്തിട്ട് ഒരു പുഴുക്കുണ്ടാക്കി കഴിക്കുന്ന ഒരു പതിവും കേരളത്തിലുണ്ട്. അതൊക്കെ നമ്മൾ കഴിക്കണം അങ്ങനെയൊക്കെ. കാരണം ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗങ്ങളാണ്. നമ്മൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുകയും
ആ ആഘോഷങ്ങളൊക്കെ നമ്മൾ അതിൻ്റേതായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ മാത്രമേ അടുത്ത തലമുറയും ഇതൊക്കെ കണ്ടു പഠിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ നമ്മളോടുകൂടി ഈ സംസ്കാരങ്ങളൊക്കെ ഇല്ലാതായി പോകും. അതുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യുക. ഇപ്പം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ ചിട്ടവട്ടത്തിൽ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ നമ്മൾ ചെയ്യുക. അടുത്ത തലമുറയ്ക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക. നമ്മുടെ രണ്ടാമത്തെ ചാനൽ എല്ലാവർക്കും അറിയാം, കൗസ്തുഭം വെജ് ഫുഡ്സ്. അതിനകത്ത് കാർത്തിക പുഴുക്ക് എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന വിധം ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ അത് കാണാം. എല്ലാവർക്കും അറിയാമായിരിക്കാം എങ്ങനെയാണ് പുഴുക്കുണ്ടാക്കുന്നതെന്ന്. ഇനി കാണണമെങ്കിൽ നിങ്ങൾക്കത് കാണാം. ഇതൊക്കെയാണ് തൃക്കാർത്തിക മഹോത്സവവുമായി നമുക്ക് സാധാരണയായി പറയാനുള്ളത്. കാരണം ഇന്നതുകൊണ്ടാണ് നമ്മൾ ഇത് ആഘോഷിക്കുന്നതെന്ന് നമുക്ക് പ്രത്യേകമായി അങ്ങനെ പറയാൻ സാധിക്കുന്നില്ല. ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ദേവതകൾക്കും അവരുമായി ബന്ധപ്പെട്ട ധാരാളം ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. നമ്മൾ തൃക്കാർത്തിക മഹോത്സവവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങളിലും നമ്മുടെ വീടുകളിലുമൊക്കെ തന്നെ ധാരാളം ദീപങ്ങൾ തെളിയിക്കാറുണ്ട്. എന്തിനാണ് നമ്മൾ ദീപങ്ങൾ തെളിയിക്കുന്നത്? അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കുള്ള ഒരു യാത്ര. അത് ആദ്യം മാറേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ ഇരുട്ടാണ്. നമ്മുടെ മനസ്സിൻ്റെ ഇരുട്ടുകൾ മാറി നമ്മൾ നല്ല പ്രകാശത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരിക. നമ്മുടെ മനസ്സ് പ്രകാശത്തിലേക്ക് സഞ്ചരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സമൂഹം, നമ്മുടെ രാജ്യം, ഈ ലോകം മുഴുവൻ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് ചലിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ദീപങ്ങൾ തെളിയിക്കുന്നത്. ദീപം തെളിയിക്കുമ്പോൾ ഒറ്റസംഖ്യയിൽ ദീപം തെളിയിച്ച് നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം നിലവിളക്ക് നമ്മൾ തെളിയിക്കും. അതുകൂടാതെ നമ്മൾ ധാരാളം മൺചിരാതുകളും തെളിയിക്കും. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒറ്റസംഖ്യ വരണം. അതായത് നിലവിളക്ക് ഉൾപ്പെടെ ഒറ്റസംഖ്യ വന്ന് നിൽക്കുന്ന രീതിയിൽ ദീപം തെളിയിക്കുന്നത് വളരെ ഉത്തമമാണ്. എത്രത്തോളം ദീപങ്ങൾ തെളിയിക്കാമോ അത്രത്തോളം ദീപങ്ങൾ സുരക്ഷിതമായ രീതിയിൽ തെളിയിക്കുക. സസ്യഭക്ഷണം കഴിച്ചിരിക്കുക. ഇനി പ്രദോഷം എടുക്കുന്ന ആളുകളാണെങ്കിൽ പ്രദോഷത്തിൻ്റെ വ്രതരീതിക്കനുസരിച്ചിട്ട് ഇരിക്കുക. പ്രദോഷമെടുക്കുന്ന ആളുകൾ സന്ധ്യയ്ക്കുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം അരിയാഹാരം കഴിക്കാമെന്ന് പറഞ്ഞു. ആ അരിയാഹാരത്തിൻ്റെ കൂടെ നമുക്ക് അത് കഞ്ഞിയായിട്ട് നമുക്ക് കുടിക്കാം, അതല്ലെങ്കിൽ ചോറായിട്ട് കഴിക്കാം, അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു പുഴുക്കുണ്ടാക്കി നമുക്ക് കഴിക്കാം. എങ്ങനെയായാലും പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. അന്നത്തെ ദിവസം കഴിവതും വെജിറ്റേറിയൻ ഭക്ഷണം ശീലിക്കുക. കാരണം ഒരു ദൈവികതയുള്ള ദിവസമാണ് അന്നത്തെ ദിവസം. ആ ദിവസത്തെ പ്രാധാന്യം മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. എല്ലാവരും നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കും. ഹരേ കൃഷ്ണ.